കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ് കമൽ. ജോൺസൺ പറഞ്ഞു കൊടുക്കുന്നു ടോട്ടൽ കഥ, സ്റ്റോറി. ഇപ്പോഴും കഥൻ്റെ സ്റ്റോറി മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ട് ജോൺസൺ അങ്ങനെ ഇരുന്നിട്ട് ചോദിച്ചു, അല്ല കമലെ, ഇതിലെവിടെ സോങ്ങിന് സിറ്റുവേഷൻ? അഞ്ച് പാട്ടുണ്ട്. അപ്പൊ കമൽ പറഞ്ഞത് ഇതൊക്കെയാണ്. ശരി, കട്ടിൽ കയറി ഇരുന്നിട്ട് ഹാർമോണിയം തോന്നുന്നു. ഞാൻ അപ്പുറത്തിരിക്കുന്നുണ്ട്, കമൽ അപ്പുറത്തിരിക്കുന്നുണ്ട്, ജോൺസൺ അടുക്കിരിക്കുന്നുണ്ട്. ഞാൻ കമലിനെ നോക്കി, കമൽ എന്നെ നോക്കി. ഇതെന്നെ ട്യൂണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചില സംഭവങ്ങൾ അങ്ങനെ കേട്ടോടെ നമുക്ക് സ്ട്രൈക്ക് ഹാർമോണിയം എടുക്കുമ്പോൾ തൊട്ടേ നമ്മൾ റെഡി ആവും. അല്ല, അപ്പൊ ഈ സ്ക്രിപ്റ്റിൽ തന്നെ ഓപ്പണിംഗ് സോങ് വെച്ച് കാരണം ആ 3 പെൺകുട്ടികളുടെ ജീവിതം തുടങ്ങുന്നത് ആ പാട്ടിലാണ്. ആ കുട്ടിക്കാലം കാണിച്ച് ആ പാട്ടിന്റെ അവസാനത്തിൽ ആ പെൺകുട്ടികൾ വലുതാവുന്നു, അവരുടെ വീടിന്റെ അന്തരീക്ഷം ഉണ്ട്. ഒരു കഥയുണ്ട്. അത് പ്രത്യേകിച്ച് അതിന് ഭയങ്കര മലയാളിത്വമുണ്ട്. അതാണ് ആ മലയാളിത്വം, ഭയങ്കര ഹരിതമുണ്ട് നമുക്ക്. ശരിക്കും ആ സിനിമയെ ആ രീതിയിലാക്കാനായിട്ട് ഈ പാട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഒരു പാട്ട് ചിലപ്പോൾ നമ്മളൊരു സിനിമ രൂപപ്പെടുത്താനായിട്ട് എന്നെ സംബന്ധിച്ചോളം ഒരുപാട് സിനിമകളിൽ ഒരുപാട് പാട്ട് അങ്ങനെ ആ പാട്ടുകൾ ഞാനിങ്ങനെ ഉണ്ടല്ലോ മിക്കവാറും. ഇപ്പോൾ ഈ ദേവകന്യകളായാലും ശരി, അവർ പാതിരാപ്പുള്ളുണർന്നു, ഈ പാട്ടുകളൊക്കെ എന്നും ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കേൾക്കുന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ രാവിലെ കുളിക്കാൻ ഇരിക്കുമ്പോൾ രാത്രി കിടക്കുമ്പോഴൊക്കെ ഒരുപാട് തവണ വേറൊരു പാട്ടും അതിന് അങ്ങനെ അതങ്ങനെയാണ്. അത് നമ്മൾ ആ ടോട്ടൽ സിനിമയെ നമ്മൾ ഭയങ്കരമായിട്ട് കൊണ്ട് നടക്കുന്നു. അല്ല, ഇതിൽ ഒരു ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ സിറ്റുവേഷനും ലിറിക്കും ട്യൂണും കൂടിയിട്ടുള്ള ഒരു ബ്ലെൻഡ്, ഒരു ഹാർമണി ഭയങ്കരമായിട്ട്. കാരണം ആ ഒരു പാട്ടിൻ്റെ അത് പ്ലേ ചെയ്താൽ നമുക്ക് ആ ഫസ്റ്റ് ഹാഫിൻ്റെ തീം തന്നെ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടോ സംശയം ഉണ്ടെങ്കിൽ. കാരണം ഈ 3 സിസ്റ്റേഴ്സിന്റെ ഒരു നിഷ്കളങ്ക പാട്ട് കഴിയുമ്പോൾ തന്നെ സിനിമ കാണാൻ ആളുകൾ റെഡിയാവും, പ്രിപ്പയർഡ് ആവും. അങ്ങനെ ഒരുക്കുന്നുണ്ട് ആളുകൾ. അതിന്റെ തീം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുന്നതാണ്. അപ്പം തന്നെ നമുക്കതിൻ്റെ ഒരു മോർണിംഗിൻ്റെ ഒരു ഫീല് ലൈനിലും ദേവകന്യക സൂര്യ തമ്പുരുമീട്ടുന്നു, ഗോകുലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു, മഞ്ഞളാടുന്ന സന്ധ്യയിൽ കുഞ്ഞു കോടിയുടുക്കുന്നു, സൂര്യതമ്പുരു നീട്ടുന്നു, സ്നേഹഗോകുലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. അതിലും ഇതേപോലെ ഒരു വരികൾ ചേർന്നത് ഞാനത് പറയാം. ഒരു വരി ഞാൻ കയറി പിടിച്ചു ഇതേപോലെ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്മ മാത്രം അളക്കുന്നു. ഇതുമല്ലാണ് ഞാൻ കയറി പിടിച്ചത്. അന്ന് അപ്പം ഞാൻ കൈ കൊടുത്തത് നാഴിയിൽ ആദ്യത്തെ ഉമ്മയാണ്. പക്ഷേ ഇതിന് വേറെ ഒരു ഇതുണ്ട്. ഇങ്ങനെ നമുക്ക് സത്യം പറയണമെങ്കിൽ ഞാൻ ഇനിയൊരു കാര്യം കൂടി തുറന്നു പറയാം. എനിക്ക് ആദ്യം ഗിരീഷിനെ പാട്ട് എഴുതാൻ വിളിക്കുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഗിരീഷ് ചിലപ്പോൾ ഈ വരികൾക്ക് ഒപ്പിച്ച് എന്തെങ്കിലും പദങ്ങൾ നിരത്തോ എന്നുള്ളൊരു അറിയാതൊരു പേടി. അത് എൻ്റെ മാത്രം സ്വകാര്യമായൊരു പേടിയായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഇതായിരുന്നു. കാരണം ഇതിൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലിറിക്സ് ഞാനിങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുകയായിരുന്നു. പക്ഷേ ഇത് സത്യത്തിൽ ഈ വരിയിൽ ഞാൻ വീണു. കുങ്കുമം പൂക്കും കുന്നിന്മേലൊരു കുഞ്ഞിളം കിളി പാടുന്നു, അമ്പലം ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻപാടം കൊയ്യുന്നു, വെള്ളിയാഴ്ച പുലർച്ചയോ പുള്ളൂർ പൂക്കൂടം കൊട്ടുന്നു, നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രമളക്കുന്നു, നന്മ മാത്രമളക്കുന്നു, നന്മ മാത്രമളക്കുന്നു, നന്മ മാത്രമളക്കുന്നു, ദേവകന്യക സൂര്യ തമ്പുരുമീട്ടുന്നു. അങ്ങനത്തെ ഗ്രാമത്തിൽ പോകാൻ കൊതിയാവും, അങ്ങനത്തെ ഗ്രാമത്തിൽ ജനിക്കാൻ കൊതിയാവും. അതേ പറഞ്ഞത് അത് നമ്മളെ സിനിമയെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു.